വോയറിസം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ലൈംഗിക വീഴ്ചകളിലേക്കും അവരുടെ സ്വകാര്യതയിലേക്കും ഒളിഞ്ഞു നോക്കി ആനന്ദം അനുഭവിക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 2013 വരുത്തിയ അമെൻമെൻറ്റിൽ 354C ആയിട്ട് ഈ വകുപ്പ് എഴുതി ചേർത്തിട്ടുണ്ട്. 2024 ഭാരതീയ ന്യായ സംഹിത എന്ന ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി കൊണ്ടുവന്ന നിയമത്തിൽ 77-ാം വകുപ്പായിട്ടും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ കുറ്റം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കുറ്റാരോപിതനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലുമോ താൻ ഏർപ്പെടുന്ന സ്വകാര്യ പ്രവർത്തികളെ നിരീക്ഷിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല എന്ന ഉത്തമ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ചെയ്യുന്ന പ്രവൃത്തികളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത്തരം പ്രവൃത്തികളെ നിരീക്ഷിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ചിത്രീകരിച്ച ചിത്രങ്ങളെ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കുറ്റം. ഇത്തരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യത്തെ കുറ്റകൃത്യത്തിൽ 1 വർഷത്തിൽ കുറയാതെ 3 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും പിഴയും, അതോടൊപ്പം അല്ലാതെ വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ 3 വർഷത്തെ തടവ് മിനിമവും അത് 7 വർഷം വരെ നീളാവുന്നതും ആണ്. അതോടൊപ്പം പിഴയും ഈടാക്കാവുന്നതാണ്. ഇവിടെ പ്രൈവറ്റ് ആക്ട്സ്, അതായത് സ്വകാര്യ പ്രവൃത്തി, അതിനെ നിരീക്ഷിക്കുക, അതിൻ്റെ ചിത്രീകരണങ്ങൾ നടത്തുക, അത് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഒഫൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്വകാര്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ താൻ നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് അവരറിയാതെയാണ്, അവർ മറ്റാരും നിരീക്ഷിക്കാനില്ല, തനിക്ക് പൂർണ്ണമായ പ്രൈവസി ലഭ്യമാണ് എന്ന വിശ്വാസത്തോടുകൂടി അവരുടെ ജനനേന്ദ്രിയം, നിതംബങ്ങൾ, സ്തനം എന്നിവ പുറത്ത് കാണത്തക്ക നിലയിൽ പെരുമാറുക, അല്ലെങ്കിൽ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പെരുമാറുക, അത് അല്ലെങ്കിൽ അവർ ശൗചാലയത്തിൽ പോവുക, അത്തരം പ്രവർത്തികൾ ഏർപ്പെടുക, അതുമാത്രവുമല്ല പബ്ലിക്കായിട്ടല്ലാതെ പൊതുജനങ്ങളുടെ വീക്ഷണത്തിൽ പെടാത്ത രീതിയിൽ ഏർപ്പെടുന്ന ലൈംഗിക വീഴ്ചയും ഈ പ്രൈവറ്റ് ആക്ട്സ്, അതായത് സ്വകാര്യ പ്രവൃത്തിയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വാച്ച് ചെയ്യുക, ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഈ വോയറിസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന കുറ്റകൃത്യം. അത് ഇന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് രണ്ടാമതൊരു വിശദീകരണം കൂടിയുണ്ട്. അതായത് ഇത്തരം ചിത്രീകരണങ്ങൾ നടത്തുന്നതിന് ഒരു സ്ത്രീ സമ്മതിക്കുകയാണെങ്കിൽ പോലും ചിത്രീകരിക്കാമെന്നല്ലാതെ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇവിടെ 2013 പുരുഷൻ ഇങ്ങനെ നിരീക്ഷിക്കുക, ചിത്രീകരിക്കുക, പ്രദർശിപ്പിക്കുക എന്നുള്ളത് കുറ്റകരം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ 2024 വന്നപ്പോൾ എനി പേഴ്സൺ, ഏതൊരാളും ആയിക്കോട്ടെ, ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അയാൾ ശിക്ഷാർഹനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ 13-ലെയും 24-ൽ വരുത്തിയ തിരുത്തലിലും ഇത് സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക്, സ്ത്രീകളുടെ ലൈംഗിക വീഴ്ചയിലേക്ക് ഈ കടന്നുകയറ്റത്തെ ശിക്ഷിക്കുന്ന നിയമം മാത്രമാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിലെ വിക്ടിംസ്, അതായത് അതിജീവതകൾ സ്ത്രീകൾ മാത്രമാണ്. അവർക്ക് വേണ്ടിയാണ് ഈ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
മറിച്ച് പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളും അവർ ചേർന്നോ അല്ലാതെയോ ആണുങ്ങളെ ട്രാപ്പിലാക്കി, വെട്ടിലാക്കി, ലൈംഗിക വീഴ്ചയൊക്കെ നടത്തിച്ച് അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് അവരിൽ നിന്നും പണം പിടുങ്ങുന്നതിന് വേണ്ടിയും സമൂഹത്തിൽ നാറ്റിക്കുന്നതിന് വേണ്ടിയും അവരുടെ പദവികൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ആസൂത്രിതമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നു. ആ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ എതിരെയുള്ള ഈ തരത്തിലുള്ള പ്രവൃത്തിക്കെതിരെ കർശനമായ ഈ നിയമം നടപ്പാക്കുന്നതോടൊപ്പം തന്നെ ഈ തരത്തിൽ ട്രാപ്പിലാക്കപ്പെട്ട് സമൂഹത്തിൽ നാറ്റിക്കപ്പെടുന്ന പുരുഷന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർക്കെതിരെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെയും ഉള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകത്തക്ക നിലയിൽ വേണ്ട തിരുത്തലുകൾ ഈ നിയമത്തിൽ കൊണ്ടുവരണം എന്നൊരഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്.